മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിലെ ശുചിമുറിയിൽ ബക്കറ്റിൽ ഉപേക്ഷിച്ച നവജാത ശിശു മരിച്ച നിലയിൽ നിലമ്പൂർ അകമ്പാടത്തെ ഫാത്തിമ ആശുപത്രിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വയറുവേദനയെ തുടർന്ന് ഇന്നലെ രാത്രി 12 മണിയോടെയാണ് യുവതി ആശുപത്രിയിലെത്തിയത്. ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്തിരുന്നു. ശുചിമുറി വൃത്തിയാക്കാനെത്തിയ സ്റ്റാഫാണ് ബക്കറ്റിൽ നവജാത ശിശുവിനെ കണ്ടത്. ജീവനക്കാരിയുടെ പ്രതികരണത്തിലേക്ക്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുമ്പോൾ. ഇത് ഹീനകരവും വളരെ സങ്കടകരവുമായ അവസ്ഥയാണ്. എന്നാൽ അമ്മയുടെ അവസ്ഥ നമുക്കറിയില്ല. ഇനിയിപ്പോൾ പോലീസ് അവിടെ എത്തിയോ? എന്തൊക്കെയാണ് നടപടികൾ? പോലീസ് എത്തിയ തുടർ നടപടികൾ അതിന്റെ തുടർ അന്വേഷണങ്ങളും ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ അകമ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഈ യുവതിയും ഒരു ബന്ധുവും കൂടി എത്തുന്നത്. വയറുവേദന എന്ന് പറഞ്ഞായിരുന്നു എത്തിയിരുന്നത്. പക്ഷേ അവിടെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടർമാരില്ലാത്തതിനാൽ അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നത്. അത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഈ സമയത്താണ് ഈ യുവതി ബാത്റൂമിൽ പോയിരുന്നു. അതിനുശേഷം ഏറെ നേരം കഴിഞ്ഞാണ് വന്നത്. പക്ഷേ അത് ഇന്നലെ ആശുപത്രിയിലുള്ളവർ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ ആശുപത്രിയിലെ ജീവനക്കാർ ഈ ശുചിമുറി വൃത്തിയാക്കാൻ വന്നപ്പോഴാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തുടർന്നാണ് ഈ ആശുപത്രി അധികൃതരും ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അന്വേഷണവും നടത്തുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ ആശുപത്രി, അകമ്പാടത്തെ ആശുപത്രി തന്നെയാണ് 12 മണിയോടുകൂടി ഈ യുവതിയെ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ പോവുകയും ചെയ്തിട്ടുള്ളത്. ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഈ യുവതി ഉണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് അതിന്റെ തുടർ അന്വേഷണങ്ങൾ നടത്തിയിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു കുഞ്ഞിനെ ഉപേക്ഷിക്കാനുള്ള സാഹചര്യം എന്നുള്ളതും ഈ മാതാവിന്റെ എന്താണ് അവരുടെ മറ്റ് കാര്യങ്ങൾ എന്നുള്ളതാണ് പോലീസ് വിശദമായി എന്തായാലും പരിശോധന ഇപ്പോൾ നടത്തുന്നത്. ലിനിഷ, ശരി, നന്ദി ശാന്തകുമാർ വെള്ളാലത്ത് വിവരം.